ത്രിത്വത്തിന് സ്തുതി. നോമ്പിന്റെ ഒന്നാം ദിവസമായ ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന യേശുക്രിസ്തു എന്നതാണ്. ജീസസ് ഹു ട്രാൻസ്ഫോംസ് എവറിത്തിങ്. അതിനാസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാനാൽ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാചകങ്ങളാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കഥയാണ് ഈ വേദഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനാവിലെ കല്യാണം എന്നതാണ്. നമ്മൾ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള വെള്ളം വീഞ്ഞാക്കിയ കഥ. വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 gram per milliliter എന്നതാണ്. വീഞ്ഞിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.8 മുതൽ 0.9 വരെയുള്ള ഗ്രാം പെർ മില്ലി ആണ്. വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് വീഞ്ഞിനുള്ളത്. വെള്ളത്തിന് പ്രത്യേകിച്ച് രുചിയില്ല, ഒരു മണമില്ല, പ്രത്യേകിച്ച് നിറമില്ല. എന്നാലോ വീഞ്ഞിന് നല്ല നിറമുണ്ട്, നല്ല രുചിയുണ്ട്, നല്ല മണവുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ഇങ്ങനെയാണ്. തുടക്കകാലമൊന്നും വലിയ കളറായിരിക്കില്ല, വലിയ രുചി കാണില്ല, വലിയ മണമൊന്നും കാണണമെന്നില്ല. എന്നാൽ കുറെ കൂടെ കഴിയുമ്പോൾ, കുറെ കൂടെ മെച്ചപ്പെട്ടു വരുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെയും ചൊരിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ രുചിയുള്ളതായി, കുറച്ചുകൂടെ നല്ല സുഗന്ധം പരത്തുന്നതായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഇവിടെ വെള്ളം വീഞ്ഞാകുമ്പോൾ അതിന്റെ ഭാരം കുറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു പോസ്റ്റ് കാണാനായിട്ട് ഇടയായി. ഉടല് ചെറുതായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഉന്തുവണ്ടി തള്ളുകയാണ്. ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ ഉന്തുവണ്ടി തള്ളുന്നത്. അതിന്റെ മേലെ വലിയൊരു തലയിരിപ്പുണ്ട്. ആ ഉടലിനെക്കാട്ടിലും ട്രിപ്പിൾ സൈസ് ഉള്ള ഒരു തല. ആ തല ഈ ഉന്തുവണ്ടിയോട് ചാരി കിടക്കുകയായിരുന്നു. അതിന്റെ ഭാരം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉന്തുവണ്ടി എത്ര തള്ളിയിട്ടും നീക്കുവാനായിട്ട് കഴിയാത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. നാം ഒരു നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ, ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ ഞാൻ എന്നുള്ളൊരു ഭാവമാണ് നമ്മളിൽ പലർക്കും. ഞാൻ എന്തോ വലിയ ആളാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിലുള്ള ഉണ്ടാകുന്ന ഉടലെടുക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളും നന്മകളും ധാരാളമായി ചൊരിയുമ്പോൾ നാം കുറെ കൂടെ എളിമപ്പെടുവാനായിട്ട് പഠിക്കണം. കുറെ കൂടെ സിമ്പിൾ ആകുവാനായിട്ട്, കുറെ കൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനും ബഹുമാനിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയും നാം പഠിക്കേണ്ടിയിരിക്കും. അങ്ങനെ ഈ നോമ്പിന്റെ കാലയളവിൽ കുറച്ചുകൂടെ എളിമപ്പെട്ട് ജീവിപ്പാൻ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.